അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ കബീർ ഫൈലിയാണ്, ചെറുകോട്. ഓർമ്മകളിൽ ഒളിമങ്ങാതെ ഇന്നും ഒരു തലമുറയുടെ മനസ്സാന്തരങ്ങൾ സ്ഥിരപ്രതിഷ്ഠ നേടിയ എടപ്പുഴത്തുകാരുടെ ബിലാലായിരുന്നു നമ്മിൽ നിന്ന് ഈടെ വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട മർഹൂം പച്ചേരി അബൂബക്കർ കാക്ക. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ, അവിടെ ഖബർ ജീവിതം അള്ളാഹു സുഖകരമായി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളൊക്കെ അള്ളാഹു തആല കബൂലാക്കട്ടെ. അവരെയും നമ്മയും ഒക്കെ അവൻ്റെ ജന്നത്തിൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം. 3.5 പതിറ്റാണ്ടിലേറെയായി എല്ലാവരുടെയും പ്രിയങ്കരനും എടപ്പുലം പള്ളിയിലെ മുഅദ്ദിനുമായിരുന്ന അബൂബക്കർ കാക്കയുടെ ഓർമ്മകൾക്ക് മുന്നിൽ അടുത്ത കാലത്തൊന്നും തിരശ്ശീല വീഴില്ല. 1963 മുതൽ 1998 വരെ നീണ്ട കാലയളവിൽ എടപ്പുഴത്തുകാരെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നഗാരം മുട്ടിയും ബാങ്ക് വിളിച്ചുമൊക്കെ വിളിച്ചുണർത്തിയിരുന്നത് പ്രിയപ്പെട്ട അബൂബക്കർ കാക്ക തന്നെയായിരുന്നു. നോമ്പും പെരുന്നാളുമൊക്കെ അസമയങ്ങൾ ദീർഘനേരം നഗാരം മുട്ടി അറിയിച്ചിരുന്നതും അദ്ദേഹം തന്നെയായിരുന്നു. ഔദ്യോഗികമായി ജോലി ഏറ്റെടുക്കുന്നതിൻ്റെ 8 വർഷം മുന്നേ ജുമാക്ക് മാഷറ വിളിച്ചിരുന്നത് പലപ്പോഴും അബൂബക്കർ കാക്ക തന്നെയായിരുന്നത്രേ. ഈ ഉള്ളവൻ്റെ പിതാമഹൻ പ്രിയപ്പെട്ട ഹൈദർ ഹാജി അടക്കമുള്ള അന്നത്തെ കാരണവരായിരുന്നു അന്ന് മാഷറ വിളിച്ചിരുന്നത്. എല്ലാവർക്കുമുള്ള സൗകര്യത്തിന് വേണ്ടി ആവണം അന്ന് മെമ്പറിൻ്റെ നേരെ മുമ്പിലുള്ള തൂണിൽ മാഷർ എഴുതിയ കോപ്പി പതിച്ചിരുന്നത്. ആർക്കും അന്ന് അത് നോക്കി ഓതാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഖാദിയായിരുന്ന മർഹൂം അലി ഹസൻ മുസ്ലിയാർ വെള്ളിയാഴ്ച ഖുതുബ ഓതാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. പക്ഷേ മാഷർ വിളിക്കാൻ ആരും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ഉള്ളവർക്കാണെങ്കിൽ മാഷർ വിളിക്കാൻ ധൈര്യവും ഉണ്ടായിരുന്നില്ല. അവസാനം മാഷറയില്ലാതെ ഖുതുബ നിർവഹിക്കുകയാണത്ര അന്ന് ചെയ്തത്. പഴമക്കാരത് പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. സ്ഥിരമായി ആളെ നിയമിക്കാൻ കാരണമായതും ഈ സംഭവം തന്നെയായിരുന്നു. അങ്ങനെയാണ് പ്രിയപ്പെട്ട അബൂബക്കർ കാക്ക ഈ സ്ഥാനം ഏൽക്കുന്നത്. ഔദ്യോഗികമായും അനൗദ്യോഗികമായുമൊക്കെയായി 4 പതിറ്റാണ്ട് നീണ്ട ആത്മാർത്ഥമായവരുടെ സേവനത്തിന് പല തലമുറകളും സാക്ഷിയായി. എടപ്പുലം പള്ളിയുടെ ചരിത്രത്തിൽ ഇത്ര നീണ്ടകാലം സേവനം ചെയ്തതും ഒരുപക്ഷെ അബൂബക്കർ കാക്ക തന്നെയായിരിക്കും. ഈ കാലയളവിൽ വെറും ബാങ്കും നഗാരം വടിയും മാത്രമായിരുന്നില്ല, മറിച്ച് പള്ളിയിലും പുറത്തുമുള്ള എല്ലാ പണികളും ചെയ്തു തീർത്തിരുന്നതും പ്രിയപ്പെട്ട അബൂബക്കർ കാക്ക തന്നെയായിരുന്നു. ഖബർ കുഴിക്കുന്നതും മീതെ വെക്കാനുള്ള നീണ്ട പാവുകല്ലുകൾ വെട്ടിയുണ്ടാക്കുന്നതും അദ്ദേഹം തന്നെയായിരുന്നു. അതിന് പുറമെ പള്ളിയും പരിസരങ്ങളും വൃത്തിയാക്കുന്നതും കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഹൗദിലേക്ക് ഒഴിക്കുകയുമൊക്കെ ചെയ്തിരുന്നത് ഒരാൾ പോലും കൂട്ടിനില്ലാതെ അദ്ദേഹം തന്നെയായിരുന്നു. ഓരോ വെള്ളിയാഴ്ചകളും സുബഹി മുതൽ വെള്ളം കോരിയും പള്ളി മുഴുവനും തട്ടിയും കൊട്ടിയുമൊക്കെ വൃത്തിയാക്കി പടിഞ്ഞാറ് ഭാഗത്ത് കെട്ടിവെച്ചിരുന്ന പായകളൊക്കെ ആ പടവുമൊക്കെ കൊണ്ടുവന്ന് വിരിച്ച് പള്ളിയും മുറ്റവും പരിസരങ്ങളുമൊക്കെ വൃത്തിയാക്കി തീരുമ്പോഴേക്കിന് രാവിലെ 10 മണി കഴിയുമായിരുന്നു. ജുമുഅ കഴിഞ്ഞാൽ പിന്നെ പായയും പടവുമൊക്കെ അത് മടക്കി വെക്കുന്നതും അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. എല്ലാം തീർന്ന് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോഴേക്കിന് അസർ നിസ്കരിക്കാനുള്ള സമയമാകും, അതിന് ബാങ്കിൻ്റെ സമയമാകും. വിശ്രമില്ലാതെ വീണ്ടും പള്ളിയിലേക്ക് പോകണം. അസർ നിസ്കാരം കഴിഞ്ഞാലോ രാത്രി കത്തിക്കാനുള്ള വിളക്കുകൾ എണ്ണ നിറക്കണം, ഗ്ലാസുകൾ തുടച്ച് വൃത്തിയാക്കണം, ദർസിലേക്കുള്ള പെട്രോൾ മക്സ് അത് കത്തിച്ച് അതേപോലെ തന്നെ ഇടക്കിടക്ക് വന്ന് അതിന് കാറ്റടിക്കണം. ഇതെല്ലാം ചെയ്തിരുന്നത് അദ്ദേഹം തന്നെയായിരുന്നു. മറ്റു ദിവസങ്ങളിലൊക്കെ ഉച്ചവരെ കല്ലുപട്ടണം. ശമ്പളം വകയിലുണ്ടായിരുന്ന നെല്ല് പിരിക്കാൻ ഓരോ വീട്ടിലും നാട്ടിൽ പലയിടത്തും എല്ലായിടത്തും ചാക്കും ചുമന്നു കൊണ്ട് ചെല്ലണം. ഇതൊക്കെയായിരുന്നു പ്രിയപ്പെട്ട അബൂബക്കർ കാക്കയുടെ തുല്യതയില്ലാത്ത സേവനങ്ങൾ. ആരോടും പരാതിയും പരിഭവവുമില്ലാതെ ഇതെല്ലാം ചെയ്തു തീർക്കാൻ ഒരു വൈമനസ്യവും ഈ നിഷ്കളങ്കനായ മനുഷ്യന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 80കളുടെ അവസാന കാലത്ത് കരണ്ട് വന്നതിന് ശേഷമാണ് ഇതിനൊക്കെ കുറച്ചെങ്കിലും ഒരു സമാധാനമായത്. തോരാതെ പെയ്യുന്ന മഴക്കാലത്ത് വളക്കിയാറച്ചിറ പൊട്ടി തോടും പാടവുമൊക്കെ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോഴും അരണ്ട വെളിച്ചവുമായി അതെല്ലാം നീന്തിക്കടന്ന് വന്ന് ഒരു ദിവസവും പിഴക്കാതെ സുബഹി ബാങ്ക് വിളിച്ചിരുന്നത് അബൂബക്കർ കാക്ക തന്നെയായിരുന്നു. സേവന രംഗത്ത് തുല്യതയില്ലാത്ത മാതൃകയായിരുന്നു പ്രിയപ്പെട്ട മർഹൂം അബൂബക്കർ കാക്ക. പതിറ്റാണ്ടുകളോളം മഹാനായ ശൈഖുനാ ഉസ്താദിൻ്റെ പിന്നിൽ നിസ്കരിക്കുവാൻ കിട്ടിയ അവസരം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യങ്ങളാണ്. 4 പതിറ്റാണ്ട് കാലം മാഷറ വിളിച്ച് വാള് ഷെയ്ഖുനയുടെ കയ്യിൽ കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ പ്രിയപ്പെട്ട അബൂബക്കർ കാക്ക ഷെയ്ഖുനയുടെ വഫാത്തിന് ശേഷം ആദ്യ വെള്ളിയാഴ്ച മാഷ വിളിച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ തൊണ്ടയിടറി പൊട്ടിക്കരഞ്ഞു.
ഷെയ്ഖുനായെ അതിരിട്ട് സ്നേഹിച്ചിരുന്ന ആഭാരവൃതം ജനങ്ങളും തല താഴ്ത്തി വിങ്ങിക്കരഞ്ഞു. പള്ളിയിൽ വിരിച്ചിരുന്ന പായയും പടവുമൊക്കെ അന്ന് ആദ്യമായി കണ്ണുനീരിൽ നനഞ്ഞു കുതിർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മദീനയിൽ വന്ന് ബാങ്ക് വിളിച്ച് പൂർത്തിയാക്കാൻ കഴിയാത്ത മഹാനായ ബിലാൽ റബാഹിൻ്റെ ചരിത്രം എടപ്പലം പള്ളിയിലും വന്ന് ആവർത്തിക്കുകയായിരുന്നു. മഹാനായ ഷെയ്ഖുയുടെ വഫാത്തിന് ശേഷം കുറഞ്ഞ കാലം മാത്രമാണ് പ്രിയപ്പെട്ട അബൂബക്കർ കാക്ക സേവനം ചെയ്തത്. പിന്നീട് അനുജൻ മർഹൂം അബ്ദു ഹാജിയെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. അതിനുശേഷവുമൊക്കെ ചില വെള്ളിയാഴ്ചകൾ പലരുടെയും താൽപ്പര്യപ്രകാരം അദ്ദേഹം ബാങ്കും ആശരുമൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ അത് വളരെ കണ്ണുകളോടെയായിരുന്നു ശ്രവിച്ചിരുന്നത്. കാരണം മുസ്താദിന് അവർക്ക് മനസ്സിൽ ഓർമ്മ വരുമായിരുന്നു. കാലങ്ങളോളം നമ്മുടെ കൂടെ നമ്മുടെ നാട്ടിൽ സേവനം ചെയ്ത പ്രിയപ്പെട്ട അബൂബക്കർക്കയും നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. അവരെയും നമ്മയും ഒക്കെ നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് അല്ലാഹു തആല സഹനശേഷി നൽകട്ടെ എന്നും പ്രാർത്ഥിക്കാം. മക്കളാകുന്ന പ്രിയപ്പെട്ട അയ്യൂബ് ഈ വിനീതൻ്റെ സഹപാഠിയാണ്. അതുപോലെ തന്നെ സലാമും മുനീറുമൊക്കെ സുഹൃത്തുക്കളാണ്. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹനശേഷി നൽകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.